Dear students, welcome to another online class. This is our 26th ഓൺലൈൻ ക്ലാസ്. പ്രിയപ്പെട്ട കുട്ടികളെ, നിങ്ങൾക്ക് മറ്റൊരു ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇത് നമ്മളുടെ 26ാമത്തെ ക്ലാസ്സാണ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് അക്കൗണ്ടുകളുടെ ഡെബിറ്റ് ക്രെഡിറ്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നതാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു അക്കൗണ്ട് എന്നാൽ എന്താണ് എന്നത്. എന്താണ് അക്കൗണ്ട്? അക്കൗണ്ട് ഈസ് എ സമ്മറൈസ്ഡ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഓൾ ട്രാൻസാക്ഷൻസ് റിലേറ്റിംഗ് ടു എ പെർട്ടിക്കുലർ ഐറ്റം ഫോർ എ പെർട്ടിക്കുലർ പീരിയഡ്. ഒരു പ്രത്യേക കാലയളവിലേക്ക് ഒരു പ്രത്യേക ഇനവുമായി ബന്ധപ്പെടുന്ന എല്ലാ ഇടപാടുകളുടെയും ക്രോഡീകരിച്ച ഒരു പത്രികയാണ് അക്കൗണ്ട്. ഒരു പ്രത്യേക കാലയളവിലേക്ക് ഒരു പ്രത്യേക ഇനവുമായി ബന്ധപ്പെടുന്ന എല്ലാ ഇടപാടുകളുടെയും ക്രോഡീകരിച്ച പത്രികയാണ് അക്കൗണ്ട്. അക്കൗണ്ട് ബുക്കുകളിൽ ഇടപാടുകൾ രേഖപ്പെടുത്തുന്നതിൻ്റെ ഉദ്ദേശത്തിന് വേണ്ടി അക്കൗണ്ടുകളെ 5 കാറ്റഗറികളാക്കി നമ്മൾക്ക് തരംതിരിക്കാം. അക്കൗണ്ട് ബുക്കുകളിൽ ഇടപാടുകൾ രേഖപ്പെടുത്തുന്ന ഉദ്ദേശത്തിന് വേണ്ടി അക്കൗണ്ടുകളെ 5 കാറ്റഗറീസായി തരംതിരിക്കുന്നു. 1 അസറ്റ്സ് ആസ്തികൾ, 2 ലയബിലിറ്റീസ് ബാധ്യതകൾ, 3 ക്യാപിറ്റൽ മൂലധനം, 4 എക്സ്പെൻസസ് ആൻഡ് ലോസസ് ചെലവുകളും നഷ്ടങ്ങളും, 5 ഇൻകംസ് ആൻഡ് ഗെയിൻസ്. നിലവിൽ ഇപ്പോൾ 5 തരത്തിലുള്ള അക്കൗണ്ടുകളെ ഉള്ളൂ. ആ അക്കൗണ്ടുകൾ എന്ന് പറയുന്നത് 1 അസറ്റ്സ്, 2 ലയബിലിറ്റീസ്, 3 ക്യാപിറ്റൽ, 4 എക്സ്പെൻസസ് ആൻഡ് ലോസസ്, 5 ഇൻകംസ് ആൻഡ് ഗെയിൻസ്. അക്കൗണ്ടുകളെ 5 കാറ്റഗറിയായി തരംതിരിക്കുന്നു. അസറ്റ്, ലയബിലിറ്റീസ്, ക്യാപിറ്റൽ, എക്സ്പെൻസസ് ആൻഡ് ലോസസ്, ഇൻകംസ് ആൻഡ് ഗെയിൻസ്. ഡബിൾ എൻട്രി സിസ്റ്റം അനുസരിച്ച് ഓരോ ഇടപാടിലും 2 ആസ്പെക്റ്റുകൾ ഉണ്ടായിരിക്കും. അതായത് ഒരു ട്രാൻസാക്ഷൻ സംഭവിച്ചാൽ അതിൽ 2 അക്കൗണ്ടുകൾ ഉണ്ടായിരിക്കുമെന്നർത്ഥം. ഒരു ട്രാൻസാക്ഷനിൽ 2 ആസ്പെക്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ 2 അക്കൗണ്ട് ഉണ്ട്. ആ 2 അക്കൗണ്ടുകൾ നമ്മൾ അക്കൗണ്ടുകളെ തരംതിരിച്ച 5 തരങ്ങളിൽ ഏതെങ്കിലുമായിരിക്കാം. ആ ആസ്പെക്റ്റുകളിൽ അസറ്റ് അക്കൗണ്ട് ഉണ്ടാകാം, അല്ലെങ്കിൽ ലയബിലിറ്റി അക്കൗണ്ട് ഉണ്ടാകാം, ക്യാപിറ്റൽ അക്കൗണ്ട് ഉണ്ടാകാം, എക്സ്പെൻസിൻ്റെ അക്കൗണ്ട് ആകാം, അല്ലെങ്കിൽ ഇൻകത്തിൻ്റെ അക്കൗണ്ട് ആവാം. ആ അക്കൗണ്ടുകളെ ഡെബിറ്റും ക്രെഡിറ്റും തിരിക്കുന്നതിന് ചില നിയമങ്ങളുണ്ട്. അതായത് ഒരു ട്രാൻസാക്ഷൻ സംഭവിക്കുമ്പോൾ അതിൽ ഉൾപ്പെട്ട അക്കൗണ്ടുകളിൽ വർധനവോ ഇൻക്രീസോ അല്ലെങ്കിൽ കുറവോ ഡിക്രീസോ സംഭവിക്കാം. അക്കൗണ്ടുകളിലെ വർധനവിൻ്റെയും കുറവിൻ്റെയും അടിസ്ഥാനത്തിലാണ് ആ അക്കൗണ്ടിൻ്റെ ഡെബിറ്റും ക്രെഡിറ്റും നമ്മൾ തീരുമാനിക്കുന്നത്. ഒരു ട്രാൻസാക്ഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ചില അക്കൗണ്ടുകളിൽ വർധനവുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ചില അക്കൗണ്ടുകളിൽ കുറവുണ്ടായിരിക്കാം. ഇങ്ങനെ അക്കൗണ്ടുകളിലുള്ള വർധനവിൻ്റെയും കുറവിൻ്റെയും അടിസ്ഥാനത്തിലാണ് ആ അക്കൗണ്ടിൻ്റെ ഡെബിറ്റും ക്രെഡിറ്റും നമ്മൾ തീരുമാനിക്കുന്നത്. Some rules are used to identify the increase or decrease in this account. Some rules are used to identify the increase or decrease in this account. ഈ അക്കൗണ്ടുകളിലെ വർധനവ് അല്ലെങ്കിൽ കുറവ് തിരിച്ചറിയുവാൻ ചില നിയമങ്ങൾ, ചില റൂളുകൾ ഉപയോഗിക്കുന്നു. 5 അക്കൗണ്ടുകളുണ്ട്. ആ 5 അക്കൗണ്ടുകൾക്കും 5 റൂളാണ്. ഈ റൂള് നിങ്ങൾ നിർബന്ധമായിട്ടും പഠിക്കണം. അസറ്റിൻ്റെ റൂള്, ലയബിലിറ്റിയുടെ റൂള്, ക്യാപിറ്റലിൻ്റെ റൂള്, അതുപോലെ എക്സ്പെൻസിൻ്റെ റൂള്, ഇൻകത്തിൻ്റെ റൂള്. എന്താ നമ്മൾ പറഞ്ഞത്? ഡബിൾ എൻട്രി സിസ്റ്റം അനുസരിച്ച് ഓരോ ട്രാൻസാക്ഷനുകളിലും 2 ആസ്പെക്റ്റുകൾ ഉണ്ടായിരിക്കും. അതായത് 2 അക്കൗണ്ടുകൾ ഉണ്ടായിരിക്കും.
ആ 2 അക്കൗണ്ടുകൾ നമ്മൾ ഇപ്പോൾ തരംതിരിച്ച ഈ 5 തരത്തിലുള്ള അക്കൗണ്ടുകളിൽ ഏതെങ്കിലുമായിരിക്കാം. അങ്ങനെ സംഭവിച്ച അല്ലെങ്കിൽ ആ ട്രാൻസാക്ഷനിൽ ഉൾപ്പെട്ട അക്കൗണ്ടുകൾക്ക് ഡെബിറ്റും ക്രെഡിറ്റും നമ്മൾ നൽകുന്നത് ആ അക്കൗണ്ടുകളിൽ സംഭവിച്ചിട്ടുള്ള വർധനവ് അല്ലെങ്കിൽ കുറവ് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇങ്ങനെ അക്കൗണ്ടുകളിലെ വർധനവും കുറവും തിരിച്ചറിയുവാൻ ചില റൂളുകൾ നമ്മൾ ഉപയോഗിക്കുന്നു. അതിൽ ആദ്യത്തെ റൂളാണ് നമ്മൾ നോക്കുന്നത്, ആസ്തിയുടെ റൂളാണ് നമ്മൾ നോക്കുന്നത്. റൂൾ ഓഫ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ്, അസെറ്റ്സ്, ആസ്തിയുടെ റൂളാണ് നമ്മൾ നോക്കുന്നത്. എന്താണ് ആ റൂള്? ഇൻക്രീസ് ഇൻ അസെറ്റ് ഈസ് ഡെബിറ്റഡ് ആൻഡ് ഡിക്രീസ് ഇൻ അസെറ്റ് ഈസ് ക്രെഡിറ്റഡ്. ഇൻക്രീസ് ഇൻ അസെറ്റ് ഈസ് ഡെബിറ്റഡ് ആൻഡ് ഡിക്രീസ് ഇൻ അസെറ്റ് ഈസ് ക്രെഡിറ്റഡ്. ആസ്തികളിലെ വർധനവിനെ ഡെബിറ്റ് ചെയ്യുന്നു, ആസ്തികളിലെ കുറവിനെ ക്രെഡിറ്റ് ചെയ്യുന്നു. ആസ്തികളിലെ വർധനവിനെ ഡെബിറ്റ് ചെയ്യുന്നു, ആസ്തികളിലെ കുറവിനെ ക്രെഡിറ്റ് ചെയ്യുന്നു. ഇതാണ് റൂള്. എന്താ റൂള്? ഇൻക്രീസ് ഇൻ അസെറ്റ് ഈസ് ഡെബിറ്റഡ് ആൻഡ് ഡിക്രീസ് ഇൻ അസെറ്റ് ഈസ് ക്രെഡിറ്റഡ്. ആസ്തികളിലെ വർധനവിനെ ഡെബിറ്റ് ചെയ്യുന്നു, ആസ്തികളിലെ കുറവിനെ ക്രെഡിറ്റ് ചെയ്യുന്നു. വേണമെങ്കിൽ ഇതിനെ മറ്റൊരു രൂപത്തിൽ കൂടി നമുക്ക് പറയാം. അസെറ്റ് വിച്ച് കംസ് ഇൻ ടു ബിസിനസ് ഈസ് ഡെബിറ്റഡ്. ബിസിനസ്സിലേക്ക് വരുന്ന ആസ്തിയെ ഡെബിറ്റ് ചെയ്യുന്നു. ബിസിനസ്സിലേക്ക് വരുന്ന ആസ്തി, അസറ്റ് വർദ്ധിക്കുന്നു എന്നർത്ഥം. ബിസിനസ്സിലേക്ക് അസറ്റ് വരികയാണെങ്കിൽ അസറ്റ് വർദ്ധിക്കുന്നു. ബിസിനസ്സിലേക്ക് വരുന്ന ആസ്തിയെ ഡെബിറ്റ് ചെയ്യുന്നു. അസറ്റ് വിച്ച് ഗോസ് ഔട്ട് ഓഫ് ദ ബിസിനസ് ഈസ് ക്രെഡിറ്റഡ്. സ്ഥാപനത്തിന് പുറത്തു പോകുന്ന ആസ്തിയെ ക്രെഡിറ്റ് ചെയ്യുന്നു. സ്ഥാപനത്തിന് പുറത്തേക്ക് പോകുന്ന ആസ്തിയെ ക്രെഡിറ്റ് ചെയ്യുന്നു. ഏത് അസറ്റിനെ ഡെബിറ്റ് ചെയ്യണം? സ്ഥാപനത്തിലേക്ക് വരുന്ന ആസ്തിയെ ഡെബിറ്റ് ചെയ്യുന്നു, സ്ഥാപനത്തിന് പുറത്തേക്ക് പോകുന്ന ആസ്തിയെ ക്രെഡിറ്റ് ചെയ്യുന്നു. സ്ഥാപനത്തിലേക്ക് അസറ്റ് വരിക എന്ന് പറഞ്ഞാൽ ആസ്തി വർദ്ധിച്ചു എന്നാണ്. അതേസമയം സ്ഥാപനത്തിൽ നിന്ന് പുറത്തേക്ക് അസറ്റ് പോവുക എന്ന് പറഞ്ഞാൽ അസറ്റ് കുറയുകയാണ്. ഇവിടെ റൂള് പറയുന്നത് ഇതാണ്: ഇൻക്രീസ് ഇൻ അസറ്റ് ഈസ് ഡെബിറ്റഡ്, അസറ്റിലെ വർധനവിനെ ഡെബിറ്റ് ചെയ്യുന്നു. അതേസമയം ഡിക്രീസ് ഇൻ അസറ്റ് ഈസ് ക്രെഡിറ്റഡ്, ആസ്തികളിലെ കുറവിനെ ക്രെഡിറ്റ് ചെയ്യുന്നു. നമുക്ക് ചില എക്സാമ്പിളുകൾ നോക്കാം. പർച്ചേസ്ഡ് ലാൻഡ് ഫോർ ₹1 lakh. 1 ലക്ഷം രൂപയ്ക്ക് ലാൻഡ് വാങ്ങി. 1 ലക്ഷം രൂപയ്ക്ക് ലാൻഡ് വാങ്ങി. ഈ ട്രാൻസാക്ഷനിൽ 2 അക്കൗണ്ടുകൾ സ്ഥിതി ചെയ്യുന്നു. ഇതിൽ 2 ആസ്പെക്റ്റുകൾ അല്ലെങ്കിൽ 2 അക്കൗണ്ടുകൾ സ്ഥിതി ചെയ്യുന്നു. ഒന്ന് ഏതൊക്കെയാണ് 2 അക്കൗണ്ടുകൾ? ഒന്ന് ലാൻഡ് അക്കൗണ്ട്, ലാൻഡ് വാങ്ങി. 1 ലക്ഷം രൂപയ്ക്ക് ലാൻഡ് വാങ്ങി എന്നാണെങ്കിൽ ലാൻഡും അതുപോലെ തന്നെ ക്യാഷുമാണ് 2 ആസ്പെക്റ്റ് അല്ലേ? നമ്മൾ ലാൻഡ് വാങ്ങി, ലാൻഡ് വാങ്ങുന്ന സമയത്ത് നമ്മൾ പണം കൊടുത്തു. ഈ 2 അക്കൗണ്ടുകളും നമ്മൾ പഠിച്ച 5 കാറ്റഗറികളിൽ ഏതാണ്? അസറ്റാണോ, ലയബിലിറ്റി ആണോ, ക്യാപിറ്റൽ ആണോ, എക്സ്പെൻസ് ആണോ, ഇൻകം ആണോ? ലാൻഡ് അസറ്റാണ്. അതുപോലെ തന്നെ ക്യാഷും എന്താണ്? അസറ്റാണ്. അങ്ങനെയെങ്കിൽ അസറ്റിൻ്റെ റൂൾ എന്ത്? ഈ ട്രാൻസാക്ഷനുകളിൽ 2 അക്കൗണ്ട് ഉണ്ട്. ആ 2 അക്കൗണ്ടിൽ ഒന്ന് ഡെബിറ്റ് ആയിരിക്കണം, മറ്റൊന്ന് ക്രെഡിറ്റ് ആയിരിക്കണം. ഏതാണ് ഡെബിറ്റ്? എന്താണ് റൂള്? അസറ്റിലുള്ള വർധനവിനെ ഡെബിറ്റ് ചെയ്യുന്നു, അതേസമയം അസറ്റിലുള്ള കുറവിനെ ക്രെഡിറ്റ് ചെയ്യുന്നു. ലാൻഡ് വാങ്ങുമ്പോൾ ഏത് അസറ്റ് വർദ്ധിക്കുന്നു? ലാൻഡ് എന്ന അസറ്റ് വർദ്ധിക്കുന്നു. ലാൻഡ് എന്ന അസറ്റ് വർദ്ധിക്കുന്നു. അതേസമയം ക്യാഷ് എന്ന അസറ്റ് കുറയുന്നു. വർധനവിനെ എന്ത് ചെയ്യണം? വർധനവിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യണം. അതേസമയം കുറവിനെ, ആസ്തികളിലുള്ള കുറവിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യണം. അങ്ങനെയെങ്കിൽ ഈ പർച്ചേസ്ഡ് ലാൻഡ് ഫോർ ₹1 lakh, ഈ ട്രാൻസാക്ഷനുകളിലെ ഡെബിറ്റും ക്രെഡിറ്റും ഏതാ ഡെബിറ്റ്? ലാൻഡ് അക്കൗണ്ട് ഡെബിറ്റ്, അതേസമയം ക്യാഷ് അക്കൗണ്ട് ക്രെഡിറ്റ്. ലാൻഡ് അക്കൗണ്ട് ഡെബിറ്റ്, ക്യാഷ് അക്കൗണ്ട് ക്രെഡിറ്റ്. ഒന്ന്. അടുത്തത് സോൾഡ് ഫർണിച്ചർ ₹10,000, 10,000 രൂപയ്ക്ക് ഫർണിച്ചർ വിറ്റു. സോൾഡ് ഫർണിച്ചർ ഫോർ ₹10,000, 10,000 രൂപയ്ക്ക് ഫർണിച്ചർ വിറ്റു. ഇത് ക്യാഷ് ട്രാൻസാക്ഷനാണ്. അങ്ങനെയെങ്കിൽ ഒരു ആസ്പെക്റ്റ് ക്യാഷാണ്, മറ്റൊന്ന് ഫർണിച്ചറാണ്. ഈ അക്കൗണ്ടിൽ 2 അക്കൗണ്ടുകൾ സ്ഥിതി ചെയ്യുന്നു. ഒന്ന്
വന്നത് അക്കൗണ്ട് 1 എന്ന് പറയുന്നത് ഏതാണ്? നമ്മുടെ ഫർണിച്ചർ. 2 ഏതാണ്? ക്യാഷ്. രണ്ടും ഏത് തരത്തിലുള്ള അക്കൗണ്ടാണ്? അതിൻ്റെ സ്വഭാവം എന്ത്? ഏത് തരത്തിലുള്ളതാണ്? ഫർണിച്ചർ അസറ്റാണ്. അതുപോലെ തന്നെ ക്യാഷും അസറ്റാണ്. ഇനി നമ്മൾ ഈ ട്രാൻസാക്ഷനിൽ ഉൾപ്പെട്ട ഈ 2 അക്കൗണ്ടുകളിൽ ഒന്നിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യണം, ഒന്നിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യണം. അതിന് നമ്മൾ റൂളാണ്, ഇതിന് ഡെബിറ്റിനും ക്രെഡിറ്റിനുമുള്ള റൂളാണ് ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. എന്താണ് റൂള്? ഈ ട്രാൻസാക്ഷൻ അനുസരിച്ച് അസറ്റിലുള്ള വർധനവിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നു, അസറ്റിലെ വർധനവിനെ ഡെബിറ്റ് ചെയ്യുന്നു, അസറ്റിലെ കുറവിനെ ക്രെഡിറ്റ് ചെയ്യുന്നു. ഫർണിച്ചർ വിൽക്കുമ്പോൾ ഏത് അസറ്റ് വർദ്ധിക്കും? ഫർണിച്ചർ വിൽക്കുമ്പോൾ ബിസിനസ്സിലേക്ക് വരുന്നത് എന്ത്? അതാണ് വർദ്ധിക്കുന്നത്. അതേതാണ്? ക്യാഷ് എന്ന അസറ്റ് വർദ്ധിക്കുന്നു, അതേസമയം ഫർണിച്ചർ എന്ന അസറ്റ് കുറയുന്നു. അല്ലേ? ഫർണിച്ചർ എന്ന അസറ്റ് കുറയുന്നു, അതേസമയം ക്യാഷ് എന്ന അസറ്റ് വർദ്ധിക്കുന്നു. എന്താ റൂള്? വർധനവിനെ ഡെബിറ്റ് ചെയ്യണം, കുറവിനെ ക്രെഡിറ്റ് ചെയ്യണം. കുറവിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്തു. ഫർണിച്ചർ അത് അസറ്റ്, ഫർണിച്ചർ വിൽക്കുമ്പോൾ ഫർണിച്ചർ എന്ന അസറ്റ് കുറയുന്നു, കുറവിനെ ക്രെഡിറ്റ് ചെയ്തു. അതേസമയം ക്യാഷ് എന്ന അസറ്റ് വർദ്ധിക്കുന്നു, അതുകൊണ്ട് വർധനവിനെ നമ്മൾ ഡെബിറ്റ് ചെയ്തു. ഇനി പർച്ചേസ്ഡ് ഫർണിച്ചർ വാങ്ങി, ഇതും ക്യാഷ് ട്രാൻസാക്ഷനാണ്. ഇതിൽ 2 അക്കൗണ്ടുകൾ സ്ഥിതി ചെയ്യുന്നു. ഒന്ന് ഫർണിച്ചർ അക്കൗണ്ട്, 2 ക്യാഷ് അക്കൗണ്ട്. നിങ്ങളെന്ത് പറഞ്ഞ്? ഫർണിച്ചർ വാങ്ങി. ഫർണിച്ചർ എന്ന് പറയുന്നത് അസറ്റാണ്, അതുപോലെ തന്നെ ക്യാഷും എന്താണ്? അസറ്റാണ്. ഏത് അസറ്റാണ് വർദ്ധിച്ചത്? ഫർണിച്ചർ വാങ്ങുമ്പോൾ, നമ്മൾ ഫർണിച്ചർ വാങ്ങുമ്പോൾ ഫർണിച്ചർ എന്ന അസറ്റ് നമ്മുടെ ബിസിനസ്സിലേക്ക് വരും, ക്യാഷ് എന്ന അസറ്റ് നമ്മുടെ കയ്യിൽ നിന്ന് പോകും, ബിസിനസ്സിൽ നിന്ന് പോകും. അല്ലേ? അപ്പോൾ ഫർണിച്ചർ എന്ന അസറ്റ് എന്ത് ചെയ്യും? വർദ്ധിക്കുന്നു, അതേസമയം ക്യാഷ് എന്ന അസറ്റ് കുറയുന്നു. എന്താ റൂള്? അസറ്റിലുള്ള വർധനവിനെ ഡെബിറ്റ് ചെയ്യുന്നു, അതേസമയം അസറ്റിലുള്ള കുറവിനെ ക്രെഡിറ്റ് ചെയ്യുന്നു. ഏതാ ഡെബിറ്റ്? ഫർണിച്ചർ ഡെബിറ്റ്, ക്യാഷ് ക്രെഡിറ്റ്. മറ്റൊന്ന് പർച്ചേസ്ഡ് ഫർണിച്ചർ ഫോർ ക്യാഷ്. ഇത് നേരത്തെ കണ്ടത് തന്നെയാണ്. എന്താ 2 ആസ്പെക്റ്റ്? ഫർണിച്ചർ വാങ്ങി, ഫർണിച്ചർ അതുപോലെ തന്നെ ക്യാഷ്, രണ്ടും എന്താണ്? അസറ്റാണ്. ഏത് അസറ്റ് വർദ്ധിച്ചു? ഫർണിച്ചർ വാങ്ങുമ്പോൾ ഫർണിച്ചർ എന്ന അസറ്റ് വർദ്ധിക്കുന്നു, അതേസമയം ക്യാഷ് എന്ന അസറ്റ് കുറയുന്നു. വർധനവിനെ എന്ത് ചെയ്യണം? അസറ്റിലുള്ള വർധനവിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യണം, അതേസമയം അസറ്റിലുള്ള കുറവിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യണം. ഫർണിച്ചർ ഡെബിറ്റ്, ക്യാഷ് ക്രെഡിറ്റ്. സോൾഡ് കാർ ടു സാബു. നിങ്ങളിത് പറഞ്ഞേ. സോൾഡ് കാർ ടു സാബു. സാബുവിന് കാറ് വിറ്റു. കാറ് നമ്മൾ വിറ്റു. അങ്ങനെയെങ്കിൽ കാർ എന്ന അസറ്റ് നമ്മുടെ സ്ഥാപനത്തിൽ നിന്ന് പുറത്തുപോയി. പക്ഷെ ക്യാഷ് അല്ല കയറി വന്നത്. ആ സ്ഥാനത്ത് സാബു എന്ന ആരാണ്? ഡെപ്റ്ററാണ്. ഡെപ്റ്റർ എന്താണ്? നമ്മളെ സംബന്ധിച്ച് അസറ്റാണ്. അങ്ങനെയെങ്കിൽ സോൾഡ് കാർ ടു സാബു എന്ന് പറയുമ്പോൾ 2 അക്കൗണ്ടുകൾ എന്ന് പറയുന്നത്, ഒന്ന് കാറ്, മറ്റൊന്ന് സാബു കാറ്. ഇതാണ് 2 അക്കൗണ്ടുകൾ. ഇനി വ്യക്തികളെ വരികയാണെങ്കിൽ വ്യക്തികളുടെ പേരാണ് എഴുതേണ്ടത്. എപ്പോഴും ശ്രദ്ധിക്കുക. അക്കൗണ്ടിങ് ഇക്വേഷനിൽ അത് ആവശ്യമുണ്ടായിരുന്നില്ല. ഇനി നമ്മൾ ജേണൽ ഒക്കെ പഠിക്കാൻ പോവുകയാണ്. ഇവിടെ അക്കൗണ്ടുകളിൽ വ്യക്തികളെയോ സ്ഥാപനങ്ങളെയോ കാണിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ പേരാണ് നമ്മൾ എഴുതേണ്ടത്. അവർ ഡെപ്റ്റർ ആണോ അല്ലെങ്കിൽ ക്രെഡിറ്റർ ആണോ എന്ന് നമ്മൾ ആലോചിക്കുക. ഇവിടെ കാറ് നമ്മൾ സാബുവിന് വിറ്റു. അങ്ങനെയെങ്കിൽ സാബു എന്ന് പറയുന്ന ഡെപ്റ്റർ ഇവിടെ വരുന്നു, അതേസമയം കാർ എന്ന ഒരു അസറ്റ് ഇവിടെ വരുന്നു. ഇവിടെ വരുന്നത് നോക്കുക. സാബു അസറ്റാണ്. എന്തുകൊണ്ട് സാബു അസറ്റാണ്? സാബുവിന് കാറ് വെക്കുമ്പോൾ സാബു നമ്മൾക്ക് പണം തരാനുണ്ട്. അങ്ങനെ പണം തരാനുള്ള വ്യക്തിയെ നമ്മൾ പറയുന്ന പേര് ഡെപ്റ്റർ എന്നാണ്. ഡെപ്റ്റർ നമ്മളെ സംബന്ധിച്ച് അസറ്റാണ്. ഇവിടെ സാബുവിന് കാറ് വെക്കുമ്പോൾ ഡെപ്റ്റർ എന്ന അസറ്റ് വർദ്ധിക്കുമോ? യെസ്, അത് വർദ്ധിക്കും. അതേസമയം കാർ എന്ന അസറ്റ് കുറയുന്നു. എന്താ റൂള്? അസറ്റിലുള്ള വർധനവിനെ ഡെബിറ്റ് ചെയ്യുന്നു, അതേസമയം അസറ്റിലുള്ള കുറവിനെ ക്രെഡിറ്റ് ചെയ്യുന്നു. ഈ ട്രാൻസാക്ഷൻ അനുസരിച്ച്, അതായത് സാബുവിന് കാറ് വിറ്റു, സാബുവിന് കടത്തിന് കാറ് വിറ്റു എന്നതിൽ സാബു എന്ന അക്കൗണ്ടിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നു, കാർ എന്ന അക്കൗണ്ടിനെ നമ്മൾ
ക്രെഡിറ്റ് ചെയ്യുന്നു. ക്യാഷ് ഡെപ്പോസിറ്റഡ് ഇൻ ടു ബാങ്ക്, ബാങ്കിൽ പണം നിക്ഷേപിച്ചു. ഏതാ രണ്ട് ആസ്പെക്റ്റ്? ബാങ്കിൽ പണം നിക്ഷേപിച്ചു. ബാങ്കിൽ പണം നിക്ഷേപിച്ചു, നമ്മുടെ കയ്യിലുള്ള പൈസ ബാങ്കിൽ കൊടുത്തു. അങ്ങനെയാണെങ്കിൽ രണ്ട് ആസ്പെക്റ്റ്, ഒന്ന് ക്യാഷ്, മറ്റൊന്ന് ബാങ്ക്. രണ്ടും നമ്മളെ സംബന്ധിച്ച അസറ്റാണ്. ക്യാഷും അസറ്റാണ്, ബാങ്കും അസറ്റാണ്. ബാങ്കിൽ പണം നിക്ഷേപിക്കുമ്പോൾ ഏത് വർദ്ധിക്കും, ഏത് അസറ്റ് വർദ്ധിക്കും, ഏത് അസറ്റ് കുറയും? നമ്മുടെ കയ്യിലുള്ള ക്യാഷ് എന്ന അസറ്റ് കുറയുന്നു. അതേസമയം ബാങ്കിലുള്ള ബാങ്ക് എന്ന അസറ്റ് വർദ്ധിക്കുന്നു. എന്താണ് റൂള്? അസറ്റിലുള്ള വർധനവിനെ ഡെബിറ്റ് ചെയ്യണം, അസറ്റിലുള്ള കുറവിനെ ക്രെഡിറ്റ് ചെയ്യണം. അതുകൊണ്ട് ക്യാഷ് എന്ന അസറ്റിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യുന്നു. കാരണം ബാങ്കിൽ പണം നിക്ഷേപിക്കുമ്പോൾ ക്യാഷ് എന്ന അസറ്റ് കുറയും, അതേസമയം ബാങ്ക് എന്ന അസറ്റ് വർദ്ധിക്കുന്നു. അസറ്റിലുള്ള വർധനവിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നു. ഇനി നേരെ തിരിച്ചൊന്ന് ആലോചിച്ച്, വിഡ്രൂ ക്യാഷ് ഫ്രം ബാങ്ക്, ബാങ്കിൽ നിന്നും 5000 രൂപ പിൻവലിച്ചു. ബാങ്കിൽ നിന്നും 5000 രൂപ പിൻവലിച്ചു. ഏതാ രണ്ട് ആസ്പെക്റ്റ്? ബാങ്കിൽ നിന്നും പണം പിൻവലിക്കുമ്പോൾ വന്ന രണ്ട് ആസ്പെക്റ്റ് എന്ന് പറയുന്നത് ക്യാഷും ബാങ്കുമാണ്. ക്യാഷും ബാങ്കും അസറ്റാണ്, രണ്ടും അസറ്റാണ്. ഏത് അസറ്റ് വർദ്ധിച്ചു? ബാങ്കിൽ നിന്ന് പണം പിൻവലിക്കുമ്പോൾ ക്യാഷ് എന്ന അസറ്റ് വർദ്ധിക്കുന്നു, അതേസമയം ബാങ്ക് എന്ന അസറ്റ് കുറയുന്നു. ബാങ്കിലുള്ള പൈസ കുറയും, നമ്മുടെ കയ്യിലുള്ള ക്യാഷ് വർദ്ധിക്കും. എന്താ റൂള്? അസറ്റിലുള്ള വർധനവിനെ ഡെബിറ്റ് ചെയ്യുന്നു, അതേസമയം അസറ്റിലുള്ള കുറവിനെ ക്രെഡിറ്റ് ചെയ്യുന്നു. ഈ ട്രാൻസാക്ഷൻ വിഡ്രൂ ക്യാഷ് ഫ്രം ബാങ്ക് എന്ന ട്രാൻസാക്ഷനിലെ ഡെബിറ്റും ക്രെഡിറ്റും ഏത്? ക്യാഷ് ഡെബിറ്റ്, ബാങ്ക് ക്രെഡിറ്റ്. ക്യാഷ് ഡെബിറ്റ്, ബാങ്ക് ക്രെഡിറ്റ്. സോൾഡ് ഫർണിച്ചർ ടു അബു, പറഞ്ഞേ. സോൾഡ് ഫർണിച്ചർ ടു അബു, അബുവിന് ഫർണിച്ചർ വിറ്റു. അബുവിന് ഫർണിച്ചർ വിറ്റു. ഏതാ രണ്ട് ആസ്പെക്റ്റ്? ഫർണിച്ചർ വെക്കുമ്പോൾ ഫർണിച്ചർ ഒന്ന് ക്യാഷിനാണ് വെക്കുന്നതെങ്കിൽ ക്യാഷ്, ഇവിടെ ക്യാഷിനല്ല കടത്തിനാണ് വെക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഡെപ്റ്ററാണ് കയറി വരിക. ആരാ ഡെപ്റ്റർ? അബു. അതുകൊണ്ട് ഇവിടെ വരുന്ന രണ്ട് ആസ്പെക്റ്റ്, ഒന്ന് ഫർണിച്ചർ, മറ്റൊന്ന് അബു. അബു ആരാ അവിടെ? ഡെപ്റ്ററാണ്. ഡെപ്റ്റർ അസറ്റാണ്. രണ്ടും ഫർണിച്ചറും ഡെപ്റ്ററും അസറ്റാണ്. ഏത് അസറ്റ് വർദ്ധിച്ചു? ഫർണിച്ചർ അബുവിന് വെക്കുമ്പോൾ നമ്മുടെ സ്ഥാപനത്തിലുള്ള ഫർണിച്ചർ എന്ന അസറ്റ് കുറയുന്നു, ശരിയല്ലേ? ഡിക്രീസ്. അതേസമയം അബു എന്ന ഡെപ്റ്റർ, നമുക്ക് പണം തരാനുള്ള അബു എന്ന ഡെപ്റ്റർ എന്ത് ചെയ്യുന്നു? വർദ്ധിക്കുന്നു. എന്താ റൂള്? അസറ്റിലുള്ള വർധനവിനെ ഡെബിറ്റ് ചെയ്യുന്നു, അസറ്റിലുള്ള കുറവിനെ ക്രെഡിറ്റ് ചെയ്യുന്നു. അതുകൊണ്ട് ഫർണിച്ചറിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യും, അബുവിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യും. ക്യാഷ് റിസീവ്ഡ് ഫ്രം അബു, അബുവിൽ നിന്നും ക്യാഷ് കിട്ടി. ആരാ അബു? ആരാ അബു? അബു നമ്മളെ സംബന്ധിച്ച് ഡെപ്റ്ററാണ്. ഡെപ്റ്ററിൽ നിന്നും പണം കിട്ടി. ഡെപ്റ്ററിൽ നിന്നും പണം കിട്ടി. ഏതാ രണ്ട് ആസ്പെക്റ്റ്? നമുക്ക് പണം തരാനുള്ള അബു നമ്മൾക്ക് പണം തന്നു. അങ്ങനെയാണെങ്കിൽ ബിസിനസ്സിലേക്ക് ക്യാഷ് എന്ന അസറ്റ് വരും. അതേസമയം അബു എന്ന ഡെപ്റ്റർ എന്ത് ചെയ്യും? കുറയും. നമുക്ക് പണം തരാനുള്ള ഡെപ്റ്റർ എന്ന അസറ്റ് എന്ത് ചെയ്യും? കുറയും. അതുകൊണ്ട് രണ്ട് ആസ്പെക്റ്റ്. ഏതാ രണ്ട് ആസ്പെക്റ്റ്? ഒന്ന് ക്യാഷ്, രണ്ട് അബു. ക്യാഷ് ആരാണ്? അസറ്റാണ്. അബു ഡെപ്റ്റർ അസറ്റാണ്. അബുവിൽ നിന്നും പണം കിട്ടി, ഡെപ്റ്ററിൽ നിന്നും പണം കിട്ടി. നേരത്തെ മുകളിലുള്ള ട്രാൻസാക്ഷൻ നോക്കുക. അബുവിനെ നമ്മൾ ഫർണിച്ചർ വിറ്റത് 2500 രൂപയ്ക്കാണ്. അയാൾ എത്ര റുപ്യാണ് ഇവിടെ തന്നത്? അയാളിൽ നിന്നും 500 രൂപ കിട്ടി. അങ്ങനെയാണെങ്കിൽ ക്യാഷ് എന്ന അസറ്റ് എന്ത് ചെയ്യും? വർദ്ധിക്കും. ക്യാഷ് എന്ന അസറ്റ് വർദ്ധിച്ചു. അതേസമയം അബു എന്ന ഡെപ്റ്റർ 2500-ൽ 500 തന്നാൽ 500 രൂപ അബു എന്ന ഡെപ്റ്റർ എന്ത് ചെയ്യും? കുറയും, ഡിക്രീസ്. എന്താ റൂള്? അസറ്റിലുള്ള വർധനവിനെ ഡെബിറ്റ് ചെയ്യണം, അതേസമയം അസറ്റിലുള്ള കുറവിനെ ക്രെഡിറ്റ് ചെയ്യണം. ഈ ട്രാൻസാക്ഷൻ്റെ ഡെബിറ്റ് എന്ന് പറയുന്നത് ക്യാഷ് അക്കൗണ്ടാണ്. അതേസമയം അബു ആരായിട്ട് വരും? ക്രെഡിറ്റ് ആയിട്ട് വരും.